നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ടയറിൻ്റെ മാനുഫാക്ചറിങ് മന്തും അതുപോലെ തന്നെ ഇയറും എങ്ങനെ കണ്ടുപിടിക്കാം, ടയറിലെ ആ മാർക്കിങ്സിനെ കുറിച്ചിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാം. അപ്പോൾ എല്ലാവർക്കും എഞ്ചിൻ ബൈയുടെ മറ്റൊരു വ്ളോഗിലേക്ക് സ്വാഗതം. നമ്മുടെ വ്ളോഗും നമ്മുടെ കോണ്ടൻറ്റും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ ഈ കാണുന്നത് ഒരു റേഡിയൽ ടയറാണ്. അപ്പോൾ ഈ ടയറിൽ 165, 80, R14 എന്ന് കാണുന്നുണ്ട്. ഇതിനകത്ത് R14 എന്ന് പറയുന്നത് റേഡിയൽ 14 ഇഞ്ച് ടയർ എന്നുള്ളതാണ് അതിനർത്ഥം. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഈ 2519 എന്ന് കാണുന്നുണ്ട്. അതായത് 25 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 25ാമത്തെ ആഴ്ച 2019 മാനുഫാക്ചർ ചെയ്ത ടയറാണ്. അതായത് റൈറ്റ് സൈഡിൽ കാണുന്ന 2 ഡിജിറ്റായിട്ടുള്ള 19 എന്ന് പറയുന്നത് 2019 ഡിനോട്ട് ചെയ്യുന്നു. 25ാമത്തെ ആഴ്ചയാണ് ഈ ടയർ മാനുഫാക്ചർ ചെയ്തത്. അതുപോലെ തന്നെ ഈ 165 എന്ന് പറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഈ 165 എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ടയറിൻ്റെ വിഡ്ത്താണ്. അതായത് ടയർ നമ്മൾ ഏതെങ്കിലും ഒരു പ്രതലത്തിലേക്ക് ടച്ച് ചെയ്യുന്ന ആ ഒരു ഏരിയയ്ക്കാണ് 165 എന്ന് പറയുന്നത്. ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാം 35th വീക്ക് 2022 ഈ ടയർ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 35th വീക്ക് എന്ന് പറയുമ്പോൾ അത് സെപ്റ്റംബറാണ്, 2022 സെപ്റ്റംബറാണ്. കാരണം നമുക്കറിയാം ഒരു വർഷം എന്ന് പറയുന്നത് ഏകദേശം 52 വീക്കുകളാണ് അതിനകത്തുള്ളത്. അപ്പം 35th എന്ന് പറയുമ്പോൾ നമ്മളതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്കും ഏത് മാസമാണോ കിട്ടുന്നത് അത് വെച്ചിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടി എടുക്കാൻ പോകുന്ന സമയത്ത് ആ വണ്ടിയുടെ ടയർ മാറ്റിയിട്ടുണ്ടോ, അല്ലെങ്കിൽ ആ വണ്ടിയുടെ കമ്പനി ടയർ തന്നെയാണോ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. ഇനി ഈ ഒരു ടയറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു 85T എന്നൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനകത്ത് T എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടയറിൻ്റെ എത്ര കിലോമീറ്റർ, വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എത്ര കിലോമീറ്റർ വേഗതയിൽ ഈ ടയർ നമുക്ക് യൂസ് ചെയ്യാം മാക്സിമം. T എന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഒരു ഏകദേശം ഒരു 118 കിലോമീറ്റേഴ്സ് അല്ലെങ്കിൽ 120 ഒക്കെയാണ് അതിൻ്റെ ഏകദേശം ഒരു സ്പീഡെന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ V എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വീണ്ടും ആ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും. അതുപോലെ തന്നെ 85 എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമം ആ ടയറിന് ക്യാരി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഓഫ് വെയ്റ്റ് ഇൻ കിലോഗ്രാമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടു 4520 എന്ന് കണ്ടു. അതിനർത്ഥം ഈ ടയർ മാനുഫാക്ചർ ചെയ്തത് നവംബർ മാസം 2020. അതായത് 45th നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 11 കിട്ടുന്നത്. അപ്പോൾ 11th മന്ത് എന്ന് പറഞ്ഞാൽ നവംബറാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു 80 എന്ന് ഇതിനകത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. 165, 80. ആ 80 എന്ന് പറയുന്നത് ടയറിൻ്റെ ഒരു ഹൈറ്റാണ്. അതായത് ഒരു ഏരിയ ഓഫ് ഹൈറ്റ് ഇൻ പെർസെൻറ്റേജിൽ കാണിക്കുന്നതാണ്. ജസ്റ്റ് ടയറിൻ്റെ ഒരു വിഡ്ത്ത് നമ്മൾ പറയുന്നില്ല. വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മൾ ടയർ ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്ന ആ ഒരു ഏരിയയ്ക്കാണ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ഇത് ടയറിൻ്റെ ആ ഒരു ഹൈറ്റ്, ആ റിമ്മ് കഴിഞ്ഞിട്ട് മുകളിലേക്ക് നിൽക്കുന്ന ആ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ. അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഫർമേഷനിലായി ഈ സെക്കൻഡ് ഹാൻഡ് അല്ലെങ്കിൽ യൂസ്ഡ് വണ്ടി എടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഉപകാരപ്രദമാകും. അപ്പോൾ ഈ ഒരു കോണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ നല്ല കോണ്ടന്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.